ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി തീരുമാനിക്കാനുള്ള ടിപ്സും സ്റ്റോറീസുമാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ കൂടുതലായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോഫ്റ്റ് സ്കില്ല് ഡെവലപ്മെന്റാണ്. മറ്റ് സ്കില്ല്, മാത്തമാറ്റിക്കൽ സ്കില്ല് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു പുതിയ ചാനൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്കും മാത്തമാറ്റിക്സ് താല്പര്യമായ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ചാനലാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് പുതിയൊരു ടിപ്സുമായി കടന്നു വരാം. നമുക്കറിയാം, ജീവിതത്തിൽ വിജയിച്ച ആളുകൾ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്തവരായിരിക്കും. ഈ പ്രൊഫഷനിലൂടെ ആയിരിക്കും അവർ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ഏതൊക്കെയാണ് പ്രൊഫഷണൽ ഇൻകം മേക്കിംഗ് വേസ് എന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ കാണിച്ചതുപോലെ 4 മേജർ ജെനുവിൻ ആൻഡ് ലീഗൽ വേസ് ഉണ്ട് ഇൻകം ജനറേഷൻ. ജെനുവിൻ ആണ്, ലീഗലാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇല്ലീഗലോ നോട്ട് ജെനുവിനോ ആയിരിക്കാം. ഇതിൽ ഫസ്റ്റ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ തൊഴിലാളികൾ. ഒരു തൊഴിൽ ചെയ്ത് ജീവിച്ച് നമുക്ക് പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഈ ക്വാർട്ടറിന്റെ SE കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്വയം തൊഴിൽ മേഖല കണ്ടെത്തി നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് സെക്ടറിലാണ്. മറ്റാളുകൾ കുറച്ചു പേര് ഫോക്കസ് ചെയ്യുന്നത് സെൽഫ് എംപ്ലോയ്മെന്റ് സെക്ടറിലാണ്. ഏകദേശം ലോക ജനസംഖ്യയുടെ 90% ആൾക്കാരും സെലക്ട് ചെയ്യുന്ന മേഖല എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് സെക്ടറാണ്. കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനും ഉള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന മേഖല എംപ്ലോയ്മെന്റ് ഓർ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ്. ഇവർ പൈസക്ക് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷെ പൈസ അവരുടെ മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് നമ്മൾ റിയാക്റ്റീവ് പീപ്പിൾ എന്ന് പേര് വിളിക്കാം. ഏതായാലും മെജോറിറ്റി മാസ് പീപ്പിൾ എംപ്ലോയ്മെന്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് സെക്ടറിലാണ്. ഇവർ ഏകദേശം 90% ആളുകൾ വരും. പക്ഷെ ഇവർക്കുള്ള സമ്പത്ത് ഏകദേശം 10% മാത്രമേ സമ്പത്ത് ഇവരെ കയ്യിലുള്ളൂ. ഇവർ ആദ്യമായി കുറെ ആളുകൾ എംപ്ലോയ്മെന്റ് സെക്ടറിൽ കറങ്ങിക്കൊണ്ടിരിക്കും, ചിലവർ സെൽഫ് എംപ്ലോയ്മെന്റ് സെക്ടറിൽ കറങ്ങിക്കൊണ്ടിരിക്കും. ഏതായാലും ചില ആളുകൾ ആദ്യം എംപ്ലോയി ആരംഭിക്കും, എന്നിട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് സെക്ടറിൽ വരും. ഇനി നമുക്ക് വലതുഭാഗത്ത് 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ബി, മറ്റുദ്ദേശിക്കുന്നത് ബി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസ് ആണ്. I കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ജീവിതത്തിൽ മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി ഉന്നതിയിൽ എത്തിയ ആളുകളൊക്കെ ക്രമേണ എംപ്ലോയ്മെന്റ് സെക്ടറിലെ കാലത്ത് വെച്ച് പിന്നെ ഒരു സെൽഫ് എംപ്ലോയി ആയി മാറി. അതിനുശേഷം ക്രമേണ ബിസിനസ് സൈഡിലോട്ട് വന്ന് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിൽ എത്തിയ ആളുകളാണ് ഏകദേശം 10% ആളുകൾ. പക്ഷെ ഈ 10%ത്തിന്റെ കയ്യിലാണ് ലോക സമ്പത്തിന്റെ 90% സമ്പത്തും. ഈ കേവലം 10% ആളുകൾ ബിസിനസ് കാറ്റഗറിയിലും ഇൻവെസ്റ്റ്മെന്റ് കാറ്റഗറിയിലുള്ള 10% ആളുകളുടെ കയ്യിലാണ് ലോക സമ്പത്തിന്റെ 90% കൈകാര്യം ചെയ്യുന്നത്. ഇവരാണ് ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സെക്ടറിൽ ഇടതുഭാഗത്തുള്ള ആളുകളെ 10% സമ്പത്ത് മാത്രമുള്ള എംപ്ലോയീസും സെൽഫ് എംപ്ലോയ്മെന്റ് മേഖല നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. 10% ആളുകളുടെ ബിസിനസ് സെക്ടർ, ഇൻവെസ്റ്റ്മെന്റ് സെക്ടർ ആളുകളാണ്. ഇന്ന്
IT മേഖല അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തതിനു ശേഷം ഈ മേഖലയിലുള്ള വരവ് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ക്വാർട്ടറിലോട്ടുള്ള വരവ് വേണമെങ്കിൽ നമുക്ക് 20% 25% വരെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ടുണ്ട്. ഏതായാലും കൂടുതൽ ആളുകൾ ഈ മേഖലയിൽ എത്തില്ല. കൂടുതൽ ആളുകൾ തൊഴിലാളിയായി മാറേണ്ടതുണ്ട്. എന്തെങ്കിലും വർക്ക് നടക്കുകയുള്ളൂ. ഏകദേശം ജീവിതത്തിൽ മാറ്റം വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എംപ്ലോയ്മെന്റ് സെക്ടറിൽ തുടങ്ങി പിന്നീട് സെൽഫ് എംപ്ലോയ്മെന്റ് സെക്ടറിലോട്ട് പ്രവേശിച്ച് ക്രമേണ ബിസിനസ് സൈഡിലോട്ട് എത്തി പിന്നെ അത് ഇൻവെസ്റ്റഡ് കാറ്റഗറിയിലോട്ട് മാറുന്ന ഇതാണ് ജെനുവിനായിട്ട് ലീഗലായിട്ട് എത്തിക്കലായിട്ടും പൈസ ഉണ്ടാക്കാൻ ആളുകൾ ഉപയോഗിച്ച നല്ല വഴി. മറ്റുള്ളതൊക്കെ ജെനുവിൻ അല്ലെങ്കിൽ ഇല്ലീഗലാണ്. ഇത്തരം ടിപ്സ് ആൻഡ് ഇൻഫർമേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്തമാറ്റിക്സ് താല്പര്യമായ ആളുകൾ, പ്രത്യേകിച്ച് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഉപകാരപ്പെടുന്ന ഒരു ലിങ്ക്, മാത്സ് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഷെയർ ചെയ്യുക. ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഓൾ.